പേളി മാണി പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പേളി മാണിക്ക് 1.5 ലക്ഷം ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട് ഇവിടെ. ഈ ഇൻഡസ്ട്രിയിൽ ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്. പേളി മാണി ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി 1.5 ലക്ഷം രൂപ മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്, ബഡ്ജറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്. എനിക്കറിയാം. സംഭവം എന്ന് വെച്ചാല് പേളി മാണിയുടെ ഷോയിൽ പേളി മാണി അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഗസ്റ്റിനെയാണ് തീരുമാനിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനലിൽ സിനിമയുടെ ഒക്കെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ PRO ആയിട്ടുള്ള പ്രതീഷ് എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിൽ ഈ പേളി മാണിയുടെ ഒക്കെ ഇന്റർവ്യൂസിന്റെ പിന്നിൽ നടക്കുന്ന ചില വലിയ തട്ടിപ്പുകളെ കുറിച്ചും ഒപ്പം തന്നെ അശ്വന്ത് കൂക്കിന്റെ റിവ്യൂസിന്റെ പിന്നിൽ നടക്കുന്ന ചില തട്ടിപ്പുകളെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ്. അപ്പം ഇവിടെ പേളി മാണിയും അശ്വന്ത് കൂക്കൊക്കെ തട്ടിപ്പ് നടത്തി എന്നുള്ളതല്ല പറയുന്നത്, ഇവരുടെ പേരും പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന മറ്റ് ചില ആളുകൾ നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിൽ എന്തൊക്കെയാണ് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നു വരുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഹരി ഒരു പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ താങ്കളെ സമീപിക്കുന്ന വ്യക്തി, മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി സമീപിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന ബ്ലോക്ക് ബസ്റ്ററുകൾ പടം ചെയ്തു, താങ്കളുടെ പടവും ഹിറ്റാക്കി തരാമെന്ന് പറയുന്നു. അപ്പം ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരു നിർമ്മാതാവാണെങ്കിൽ ഇവർ പറയുന്ന വാക്ക് കേട്ട് ഇവരിത് ചെയ്തതല്ലേ, ഇവർ പറയുന്ന ലക്ഷങ്ങൾ കൊടുക്കുകയും ഈ ഒരു സംഭവം മാർക്കറ്റിംഗ് നേരായ രീതിയിൽ നടക്കാത്ത അവസ്ഥയും വരുന്ന ഒരു രീതിയിലേക്കാണ് ഇൻഡസ്ട്രി പോയി. ഒട്ടുമിക്ക പ്രൊഡ്യൂസേഴ്സ് ഏതെങ്കിലുമൊക്കെ പാവം പിടിച്ചമാരായിരിക്കും. അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദേശത്തോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മൊത്തം നേരെ വന്നിട്ട് ഇതിനകത്ത് സിനിമയിൽ ഉണ്ടെന്നെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് നേരെ ഇതിനകത്ത് വലിയ പിടുത്തമില്ലാത്ത കുറച്ച് ടീംസിനൊക്കെ വന്നിട്ട് ഇതിന്റെ ഇടയ്ക്കൂടെ ഇടനിലക്കാരായിട്ടൊക്കെ നിൽക്കാൻ വരുന്ന കുറേ ടീംസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ PRO ചെയ്യുക, പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്താലേ വർക്കാവും എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന കുറേ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കൂടുതലും പറ്റിക്കപ്പെടുന്ന ഇതുപോലെ കുറേ പാവം പിടിച്ചമാരായിരിക്കും. എന്നാൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കുറേ നാളായിട്ട് നിന്നിട്ടും പറ്റിക്കപ്പെടുന്ന കുറേ മണ്ടന്മാരായിട്ടുള്ള ചില പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബാക്കി കേൾക്കാം. പ്രൊമോഷന്റെ ഭാഗമായിട്ട്, മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുന്നു. ഈ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂ കത്തിക്കയറത്തില്ല. പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ആ സിനിമ തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഇന്റർവ്യൂ ക്ലിക്ക് ആവത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിനുവേണ്ടി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സിനിമ തിയേറ്ററിൽ വർക്കായാൽ മാത്രമേ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, മറ്റിതര സോഷ്യൽ മീഡിയകളിലും ഇതിന് റീച്ച് കിട്ടത്തുള്ളൂ. അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഹിറ്റ് ആവുന്ന പല ഇന്റർവ്യൂസ് ഉണ്ട്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂസ്, അല്ലെങ്കിൽ പേളി മാണി ഷോ പോലുള്ള അതിനകത്തൊക്കെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ തന്നെയാണ് പേളിമാണിയുടെ ഒക്കെ എന്നാ റീച്ചുള്ള ഇന്റർവ്യൂസ് ആണ്. അത് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഹിറ്റാറുണ്ട്. പക്ഷേ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇന്റർവ്യൂ ഹിറ്റായാലും സിനിമ റിലീസായിട്ട് പടം പൊട്ടിപ്പോകാറാണ് പതിവ്. അങ്ങനെ ആ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്റർവ്യൂസ് ഒക്കെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കട്ട്സ് ആയിട്ടൊക്കെ വലിയ രീതിയിൽ വൈറലാവാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ മറ്റു ചില സിനിമകളുടെ കാര്യം നോക്കുമ്പോഴത്തേക്കിന് സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രം അതിന്റെ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഹിറ്റായിട്ട് മാറാറുണ്ട്. പക്ഷേ പുള്ളി ഇവിടെ പറയുന്ന പോലെ സിനിമ ഇറങ്ങിയ ശേഷം മാത്രമേ ഹിറ്റാവൂ എന്നുള്ളത് തീർത്ത് പറയാനൊന്നും പറ്റില്ല. നമ്മളൊരു സിനിമ നോക്കിയിട്ട് ചിലത് ഇപ്പം പറയാ പുതുമുഖ താരങ്ങളാണ് ഉള്ളത്, അതിന്റെ കോണ്ടന്റ് നല്ലതാണ്, അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ മാർക്കറ്റിംഗ് ചെയ്തവര് ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞു, അത് മാർക്കറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറെ പേര് കാണും. അതേസമയം ഒരു വലിയൊരു ചിത്രം പൊളിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളല്ല മാർക്കറ്റ് ചെയ്തെന്നുള്ളത് പരസ്യമായി പറഞ്ഞിട്ട് അവർ പോയി എനിക്ക് അറിഞ്ഞൂടാ എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറും. അതായത് വിജയം മാത്രം ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഉള്ള സംഭവമാണ് നടന്നു വരുന്നത്. അപ്പം റിവ്യൂവേഴ്സ് ഇതിനെ കൈയൊഴുകയാണ്. റിവ്യൂവേഴ്സ് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു. ഇതിന്റെ മാർക്കറ്റിംഗ് ചെയ്തവരോ ഓൺലൈൻ ചെയ്തവരോ ആരും അവരുടെ സ്വന്തം പേജുകളിൽ പോലും പോസ്റ്റ് ഇടാറില്ല. റിവ്യൂവേഴ്സ് ഇത് പറഞ്ഞു, ഈ സിനിമയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. പിന്നെ പ്രൊഡ്യൂസറിനോട് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത്, കാരണം ഒരുപാട് നെഗറ്റീവ് വരുന്നു, നിങ്ങളുടെ ചീത്തയൊക്കെ വിളിക്കുന്നു എന്നൊക്കെ പറയും. പാവപ്പെട്ട നിർമ്മാതാവ് പറയും നിർത്തിക്കോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഏജൻസി വരികയാണ്. ഏജൻസി വന്നതിന് ശേഷം നിർമ്മാതാവിനെ ആദ്യം സമീപിച്ച് മേടിക്കുന്നത് ലക്ഷങ്ങളായിരിക്കാം. ഒരു 35 ലക്ഷവും 40 ലക്ഷവും മിനിമം മേടിച്ചിട്ട് മാർക്കറ്റിംഗ് മാത്രം. ആ മാർക്കറ്റിംഗിന്റെ എമൗണ്ട് അറിഞ്ഞാൽ ഒരു പോസ്റ്റർ സംഭവം എന്ന് വെച്ചാൽ ഡിസൈനർ അല്ല, അല്ലാതെ ചെയ്യുന്ന ടീം പോലും അത് ചെയ്യുന്നതിന് 5-6 ലക്ഷം മേടിക്കുന്ന സംഭവമാണ് പോസ്റ്റർ ചെയ്യുന്നതിന് മാത്രം. ആ ഒരു സെക്ഷൻ മാത്രം. ബാക്കി എല്ലാം കൂടി മാർക്കറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ നിർമ്മാതാവിന്റെ വാങ്ങിച്ചിട്ടുള്ള പൈസയൊക്കെ അറിഞ്ഞ് ഞെട്ടും. 35, 45, 50 ലക്ഷം മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടി പോകുന്നത്. ഈ പറയുന്നത് പോലെ അദ്ദേഹത്തെ ഈ സംഭവത്തിനകത്ത് ആദ്യത്തെ ഷോ മാത്രം കളിക്കുന്നത് കൊച്ചിയിലെ വനിതാ തിയേറ്റർ. ആദ്യത്തെ ഷോ മാത്രം കളിച്ചിട്ട് പൂട്ടുന്ന എത്രയോ സിനിമകളുണ്ട്. വേണമെങ്കിൽ കണക്കെടുത്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ 3 വർഷമായിട്ട് വനിതാ തിയേറ്ററിൽ ഫസ്റ്റ് ഷോ കളിച്ചിട്ട് സെക്കൻഡ് ഷോ കളിക്കാത്ത എത്ര പടങ്ങളുണ്ട്. രാവിലെ 10 മണിക്ക് ആൾക്കൂട്ടം വരും, സിനിമ പ്രദർശിപ്പിക്കും, പിന്നെ അതിന് ഷോ ചെയ്യും. ആ നിർമ്മാതാക്കളൊക്കെ 40-50 മുടക്കിയിട്ടുണ്ട്. പലരും മുടക്കിയിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഇരുന്നിട്ട്. പലരും മുടക്കിയിട്ടുള്ള ആൾക്കാരാണ് ഇതിന്റെ അകത്ത് വേണ്ടി. അപ്പൊ അവരോട് പറയുന്നത് മെറ്റാ ബൂസ്റ്റിംഗ് എന്ന് പറയും. മെറ്റാ ബൂസ്റ്റിംഗ് ചെയ്ത് 15 ലക്ഷം രൂപയ്ക്ക്. നമ്മൾ 500 രൂപയ്ക്ക് മെറ്റാ ബൂസ്റ്റിംഗ് ചെയ്താൽ ആപ്പിൾ ഫോൺ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ആപ്പിൾ ഫോണിന്റെ ചാർജ് ഉൾപ്പെടെ അതിന്റെ സർവീസ് ടാക്സ് ഉൾപ്പെടെ എല്ലാം കാണാൻ വേണ്ടി പറ്റും. നമുക്ക് കൃത്യമായുള്ള ബില്ല് ഇമെയിലിൽ വരും. ഇത് ഈ പാവപ്പെട്ട പ്രൊഡ്യൂസർ അറിയുന്നില്ല. 15 ലക്ഷം ചെയ്തെന്ന് പറഞ്ഞാൽ 15 ലക്ഷം എവിടെ പോയെന്നുള്ളത് ഇപ്പം വാട്സ്ആപ്പ് ബിസിനസ്സിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിലോ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ പല നിർമ്മാതാക്കളും പറ്റിക്കപ്പെടുന്നുണ്ടോ.
പല നിർമ്മാതാക്കളും പറ്റിക്കപ്പെടുന്നു പറഞ്ഞാൽ ഏറ്റവും വലിയ കഷ്ടം തോന്നുന്ന സംബന്ധിച്ചാൽ ഇവരൊന്നും നാളെ ഇൻഡസ്ട്രിയിലേക്ക് ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരു പടം പിടിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് പല മാർവാടികൾ ഇവിടെ വന്നിട്ട് പടത്തിന് ഇൻവെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ പല ആളുകളും അവരുടെ ജീവിതത്തിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു സിനിമ പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് പട്ടിപ്പണി എടുത്തുണ്ടാക്കിയിരിക്കുന്ന പൈസ ഇതൊക്കെ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പല ആൾക്കാരെ ഒരുപാട് ഉണ്ടാക്കിയിട്ടിട്ട് എന്നാൽ എനിക്കൊരു സിനിമയും കൂടെ പിടിച്ചേക്കാം, അതുകൂടെ നമുക്കൊന്ന് ലൈഫിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം കരിയറിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിവിടെ കൊണ്ടുവന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ഏതെങ്കിലും പൊട്ട പടങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങൾ നോക്കുക, നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഒരു വർഷത്തിൽ 200-ന് പുറത്ത് സിനിമകൾ കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇതിന്റെ കണക്കുകൾ എടുത്ത് നോക്കും. പക്ഷേ ഇതിന്റെ എത്ര എണ്ണത്തിന്റെ പേരുകൾ നമ്മൾ അറിയുന്നുണ്ട്? പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലൊക്കെ പോസ്റ്ററൊക്കെ എവിടെയെങ്കിലും 1-2 ഒട്ടിച്ച് വെക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നോ? ഈവൻ പല കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസിന്റെ ഒക്കെ സിനിമകൾ പോലും ഈ രീതിയിലൊക്കെയാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പോസ്റ്റർ എവിടെയെങ്കിലും കണ്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അറിയുന്നുണ്ടാകുക. അതിൽ ഒട്ടുമിക്കാൽ ഭാഗം നമ്മൾ അറിയാറില്ലേ. കൂടിപ്പോയ ഒരു 10, 20, 35 പടത്തിന്റെ ഒക്കെ ആയിരിക്കും നമ്മൾ പേരുകൾ അറിയാം. ഇതിൽ എത്ര എണ്ണം ഹിറ്റ് ആവുന്നുണ്ട്, എത്ര എണ്ണം വിജയിക്കുന്നുണ്ട്, എത്ര എണ്ണം പൊട്ടിപ്പോകുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് ഇങ്ങനെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വന്നിട്ടാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്കൂടെ നിന്നിട്ട് കുറെ ആൾക്കാർ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, മെറ്റാ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10, 35, 50 ലക്ഷം രൂപയൊക്കെ ഇവര് വാങ്ങിപ്പിച്ച് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതെന്നെ ഒരു പരിപാടിയാണ്. ഇതിന്റെ ഇടയ്ക്കാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ നേരെ ചെയ്യുന്ന അടുത്തൊരു പരിപാടി ഇങ്ങനെ നിന്നിട്ട് പടം വല്ലതും പൊട്ടിപ്പോവുക, ഫ്ലോപ്പായി പോവുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നേരെ എടുത്തു വന്നിട്ട് റിവ്യൂവേഴ്സിന്റെ തലയ്ക്ക് എടുക്കുക. അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ പടം ഇങ്ങനെ പൊട്ടിപ്പോയതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ നൈസായിട്ട് അതിൽ നിന്ന് വലിയ. അപ്പോൾ പ്രൊഡ്യൂസർമാരെന്താ വിചാരിക്കുക? അവര് ഓക്കെ അയ്യോ അവർ ചെയ്തിട്ടാണോ എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇവരാരും മനസ്സിലാവാതെ പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഇൻഡസ്ട്രികളെക്കാട്ടിൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് കണ്ടന്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രാഫ്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് തന്നെ പറയും. അതല്ല ഇപ്പോൾ ഒരു റിവ്യൂവറോ അല്ലെങ്കിൽ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തപ്പട്ട ഇറങ്ങി വന്നിട്ട് ആ പടം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും ക്രാഫ്റ്റ് നല്ലതാണോ, മലയാളികൾ നല്ലതാണെന്ന് തന്നെ പറയും. ആ പടം കാണുകയും ചെയ്യും, ആ പടം വിജയിക്കുകയും ചെയ്യും. ഓക്കെ, അതിനകത്ത് പ്രൊമോഷൻസും ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്, ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ആൾക്കാരോട്ട് കൂടുതൽ ഈ സിനിമകൾ എത്താൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇത്തരത്തിൽ പല സിനിമകളും വിജയിക്കുന്നുണ്ട്. എന്നാൽ എത്ര റിവ്യൂവേഴ്സ് നിന്നിട്ട് കൊടികുത്തി നിന്നിട്ട് ഈ പടം നല്ലതാണെന്ന് പറഞ്ഞാലും പൊട്ടപ്പടങ്ങളാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കയറി കാണൂല. അത് മനസ്സിലാക്കാനെ കൊണ്ട് ഇവർക്ക് പലർക്കും പറ്റുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭീഷ്മപർവൻ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോഖനെയാണല്ലോ ഇവർ വലിയ ഇതായിട്ട് പറയുന്നത്. അശ്വന്ത് ഗോഖ് ആ പടത്തിന് നെഗറ്റീവ് പറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് ഭീഷ്മപർവൻ പൊട്ടിപ്പോയില്ലല്ലോ തിയേറ്ററിൽ നിന്ന്. അപ്പൊ അതെടുത്ത് വെച്ച് നോക്കിയാൽ മാത്രം മതി. അത് പക്ഷേ ഇവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി വിവരം വേണം എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഈ പറഞ്ഞ റിവ്യൂസ് കാര്യങ്ങളൊന്നും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് അതുകൊണ്ട് മാത്രം ഒരു പടം പൊട്ടിപ്പോകുമെന്നും വിജയിക്കുന്നു എന്നുള്ളത് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. ബാക്കി കേൾക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊരു നിർമ്മാതാവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും പിന്നെ ഹരി എടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, സാർ ഇങ്ങനെയാണ്. അപ്പൊ അശ്വൻ ഗോക്ക് ഇവർക്കൊക്കെ പൈസ കൊടുത്താൽ നടക്കുമെന്ന് വേറൊരു ടീമൊന്ന് പറഞ്ഞല്ലോ. അപ്പോഴേക്കും ഞാൻ തിരിച്ച് ഹരി എടുത്ത് പറഞ്ഞ, ഹരി അശ്വൻ ഗോക്കിനോ കുമാറിനോ രാജനോ നിങ്ങൾ ആർക്കാണെങ്കിൽ പൈസ കൊടുത്തിട്ട് ചെയ്യും, എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയുള്ളൊരു ബന്ധമില്ല, പറഞ്ഞവരടുത്ത് ചെയ്യൂ എന്നുള്ള സംഭവത്തിൽ പറയും. പക്ഷെ ചിലരത് പറയുന്നുണ്ട് നിർമ്മാതാവിന്റെ അടുത്ത്. ഇതേ അശ്വൻ ഗോക്ക് മാത്രമല്ല, ഇൻക്ലൂഡിംഗ് പേളി മാണി പൈസ വാങ്ങിക്കുന്നു പറയുന്നുണ്ട്. പേളി മാണിക്ക് 1.5 ലക്ഷം ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട് ഇവിടെ, ഈ ഇൻഡസ്ട്രിയിൽ ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്. പേളി മാണി ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി 1.5 ലക്ഷം രൂപ മേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബില്ലിട്ട് കൊടുത്ത ആൾക്കാരുണ്ട്, ബഡ്ജറ്റ് കൊടുത്ത ആൾക്കാരുണ്ട്. എനിക്കറിയാം. സംഭവം എന്ന് വെച്ചാല് പേളി മാണിയുടെ ഷോയിൽ പേളി മാണി അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഗസ്റ്റിനെയാണ് തീരുമാനിക്കുന്നത്. അവരുടെ സ്വന്തം സ്റ്റുഡിയോ ആണ്. അവർ അവിടെ വരുന്നവർക്ക് തിരിച്ചിട്ട് അവർ ചെയ്യുന്ന ആ ഒരു യൂട്യൂബിന് വേണ്ടി ചെയ്യുന്ന സാധനത്തിനകത്ത് അവർ വരുന്ന ഗസ്റ്റിന് പോലും ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുത്താ പറഞ്ഞു വിടുന്നത്. ആ ഒരു ആദ്യത്തെ മര്യാദയാണ് പറഞ്ഞത്. അതിന് പോലും പൈസ ഇട്ട് മേടിച്ച ആൾക്കാരുണ്ട്. അതാണ് ആ PR അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസി. അവിടെ എന്താണ് ക്ലിക്ക് ആവുന്ന സംഭവം അറിയാമോ? ഇപ്പം താങ്കളാണ് പേളിയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പേളിക്ക് ഇതൊന്നും അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ. നിന്റെ തിരുന്നിട്ട് ഞാൻ വിളിക്കുമ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കണം, ഇന്നൊരു തമിഴ് നടൻ വരുന്നു അല്ലെങ്കിൽ ഇന്നൊരാൾ വരുന്നു, അതൊരു സ്റ്റാർഡുള്ള നടനാണ്, മലയാളത്തിൽ സ്റ്റാർഡുള്ള നടനാണെന്നുണ്ടെങ്കിൽ സമയം ചെയ്യാം, നമുക്ക് ഇന്ന ഡേറ്റിൽ ചെയ്യാം. ഇതല്ലേ അവിടെ നിന്ന് തിരിച്ചു കിട്ടുന്ന മറുപടി. അപ്പം എനിക്കിത് ഈസിയാണ്, എനിക്ക് ഈസി ആയിട്ട് ഇത് റൂട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ പൈസ നേരെ എന്റെ ഏജൻസിയിലേക്ക് വരും. ഞാനിത് അറേഞ്ച് ചെയ്ത് തന്നു. തേർഡ് പേഴ്സൺ അറിയുന്നില്ല, ഞാൻ അവിടെ വന്ന് കറങ്ങുന്നു തിരിച്ചിന്റെ തിരുന്നിട്ട്. അശ്വൻ ഗോക്കിന്റെ അവസ്ഥ, ഒരു നല്ല സിനിമ എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ ഏജൻസിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഏജൻസിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ തന്നെ കാണുക ഇത് കൊള്ളാം. അശ്വൻ ഗോക്ക് ഒരു മനുഷ്യനല്ലേ, റോബോട്ടൊന്നും അല്ലല്ലോ, ഒരു സിനിമയെ കൊല്ലാൻ വേണ്ടിയിരിക്കുന്ന ഒരുത്തരൊന്നുമല്ലല്ലോ. അപ്പം ഈ കണ്ട ഏജൻസിക്കാരൻ എന്ത് ചെയ്യും? പ്രൊഡ്യൂസറിന്റെ പറയും, സാർ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അശ്വന്തിന് ചിലപ്പോൾ വർക്ക് ആവാൻ ചാൻസ് ഇല്ല, മറ്റൊന്ന് വർക്ക് ചെയ്യാൻ, കുമാറിന് വർക്ക് ആവാൻ ചാൻസ് ഇല്ല, നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ സെറ്റിൽ ചെയ്യാം, ഞാൻ സംസാരിക്കാൻ പറയുമ്പോഴേക്കും ഇവൻ ഇത് കണ്ട ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഇതൊരു ആവറേജ് ആണെങ്കിൽ അയാൾ ഒരിക്കലും ചെന്നിട്ട് ഈ പടത്തിന് അടിച്ച് നശിപ്പിക്കത്തില്ല. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ള സംഭവത്തിലേക്ക് വരും. ഇത് അവിടെ ഇരിക്കുന്ന അശ്വൻ ഗോക്ക് അറിയുന്നുണ്ടോ? ഈ ഇടനിലക്കാരന്റെ പേരാണ് വ്യക്തമാക്കേണ്ടത്, ഈ ഏജൻസിയുടെ പേരാണ് വ്യക്തമാക്കേണ്ടത്. ഒരാളാണോ രണ്ടാളാണോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവര് തുറന്നു എന്ന് പറയണം. അതാണ് ആവശ്യം. നേരത്തെ ഇവിടെ വന്ന് നേരത്തെ അംഗം അട്ടഹാസത്തിന്റെ ആൾക്കാർ പറഞ്ഞപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ആരാണ് ആ തേർഡ് പേഴ്സൺ? ഒരു ഓഡിയോ ക്ലിപ്പ് വിട്ടിട്ട് കാര്യമില്ലല്ലോ. ആരുടെ ഓഡിയോ ക്ലിപ്പ്? എന്തുകൊണ്ട് അതിന് നമ്പർ ഇല്ലേ? തുറന്നു പറയുന്നത് തലമൂന്ന കേസാണെങ്കിൽ പിന്നെ എന്തിനു തുറന്നു പറയാൻ വേണ്ടി പോകുന്നു തിരിച്ചിട്ട്?
എന്റെ അടുത്ത് പല പ്രൊഡ്യൂസേഴ്സും പറഞ്ഞിട്ടുണ്ട് ഇന്നവർ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇന്ന എന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ വേണ്ടി അറിയാം. ഈ അംഗം അട്ടഹാസം സിനിമയുടെ സീലോട്ട് നമുക്ക് വരാം. കാര്യം ഈ ഒരു വിഷയം നടക്കുന്ന ടൈമിൽ നമ്മൾ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അന്ന് അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ പേർലിമാണിയുടെ ഇന്റർവ്യൂസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് അവിടെ ആ ഒരു ഇന്റർവ്യൂ ഷോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ടാണെങ്കിൽ ഇത്ര രൂപ വാങ്ങിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഇത് പേർലിമാണി പോലും അറിയുന്നില്ല. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് നിന്നിട്ട് പറ്റിക്കുന്ന കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നത് ഓൾറെഡി കുറെ നാളുകൾക്ക് മുന്നേ ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഞാനിങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു. എവിടെയോ വീഡിയോക്കകത്താണോ ഇത് വോയിസ് ക്ലിപ്പായിട്ടാണോ എവിടെയോ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. പേർലിമാണിയുടെ ഷോയുടെ പേരും പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാമ്പുറത്ത് ഇന്ന് കളിക്കുന്ന കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തീർച്ചയായിട്ടും കണ്ടെത്തിയിട്ട് കൃത്യമായിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെ പേർലിമാണിയുടെ കാര്യത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇല്ലെങ്കിൽ പിന്നെ എത്രയോ ആൾക്കാരെ ഇവരിപ്പോൾ പറ്റിക്കുന്നുണ്ടാവും, ഇത്രയോ ആൾക്കാരെ പറ്റിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി എത്രയോ ആൾക്കാരെ ഇവർ പറ്റിക്കാൻ കിടക്കുന്നത്. ഇനിയിപ്പം അശ്വന്ത് ഗോഖനെ പോലുള്ള റിവ്യൂവേഴ്സിന്റെ കാര്യത്തോട്ട് വരുമ്പോഴത്തേക്കിന് ഒരു പടം കണ്ടിട്ട് ആ പടമാണെങ്കിൽ നല്ലതാണ്, ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന പടമാണെങ്കിൽ ഏതൊരാളാണെങ്കിൽ കണ്ടിട്ടോ പൊട്ടപ്പടം എന്നുള്ളത് പറയാൻ നിൽക്കില്ലല്ലോ എന്നുള്ള ഒരു പ്രോബബിലിറ്റി ഇതായിരിക്കും പറയാൻ സാധ്യത എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന PROs ഒക്കെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറയും ഇന്ന ആൾ ചിലപ്പോൾ ഇതുപോലെ നെഗറ്റീവ് പറയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സംഭവം നല്ല പടമായിരിക്കും അപ്പം പറയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇത്ര രൂപ വന്നു കഴിഞ്ഞാൽ അവർ ഇത്രയാണ് ചോദിക്കുന്നത്, അപ്പോൾ നമുക്കത് വർക്കാവുമെന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇവരുടെ ഇന്ന് പൈസ വാങ്ങും. ഇനി പറയുന്ന അശ്വന്ത് ഗോഖോ 6 പേരാണോ പറയുന്നത് അവർ ഈ സംഭവം അറിയ പോലും ഉണ്ടാവില്ല. ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു പടം ആയതുകൊണ്ട് തന്നെ അവർ പോസിറ്റീവ് പറയുന്നത് അപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ മുന്നിൽ ഈ രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവർ നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ രീതിയിൽ ഇപ്പം എന്താണ്ട് അവർ നെഗറ്റീവ് പറഞ്ഞതിൻ്റെ പേരിലാണ് പടം പൊട്ടിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് ഓൾറെഡി വാങ്ങിച്ചിരിക്കുന്ന മെറ്റ അതിന് ഇതിനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന കുറേ ലക്ഷങ്ങൾ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 19 ലക്ഷം രൂപയോളം ഇവർ ഇതിനെ മെറ്റ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഒരു മര്യാദയൊക്കെ വേണ്ടേ. പക്ഷെ അതുപോലും മനസ്സിലാക്കാനെ കൊണ്ട് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സിന് പറ്റുന്നില്ല. അപ്പോൾ അതുപോലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ പണിക്ക് ഇത്രയും വലിയ പൈസ ഇറക്കിയിട്ട് ഈ പണിക്ക് നിൽക്കണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, പലരും ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയിട്ടാണ് സിനിമയൊക്കെ ഇറക്കാനെ കൊണ്ട് പലരും ഇറങ്ങുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു അംഗഅട്ടഹാസം സിനിമയുടെ ഈ ഒരു സീനകത്തും പറ്റിയേക്കുന്ന ഏകദേശം ഈ രീതിയിലാണെന്ന് തോന്നുന്നു. അശ്വന്ത് ഗോഖിന്റെ പേരും പറഞ്ഞുകൊണ്ട് വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരിക്കാം. ഈ അംഗഅട്ടഹാസം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അശ്വന്ത് ഗോഖിന് എഗൻസ്റ്റ് ആയിട്ടൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അന്ന് അശ്വന്ത് ഗോഖ് ഈ 2 എണ്ണത്തിനെ അണ്ണാക്കിൽ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാധവ് സുരേഷിന്റെ ഇങ്ങേറെ തെളിവുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വലിയൊരു ആരോപണം ഒരാളുടെ മണ്ടയ്ക്ക് കൊണ്ട് ഉന്നയിച്ചേക്കാണ്. ഒരാൾ കള്ളനല്ലാത്തൊരു വ്യക്തി കള്ളനാണെന്ന് പറഞ്ഞ സമൂഹത്തിന് മുന്നിൽ അങ്ങനെ മുദ്ര കുത്തുമ്പോഴത്തേക്കിന് ആർക്കാണെങ്കിലും പൊളിയും. ആ പൊളിച്ചിൽ തന്നെ അശ്വന്ത് ഗോഖിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് എനിക്ക് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മാധവ് സുരേഷിനെ പോലെയുള്ള ആൾക്കാർ നെപ്പോക്കെഡ് ആയതിന്റെ പേരിൽ മാത്രമാണ് ഇതുപോലുള്ള കുറെ പൊട്ട പടങ്ങൾ ഇവർക്കൊക്കെ കിട്ടുന്നത്. എത്രയോ കഴിവുള്ള ആൾക്കാർ തൊട്ടിപ്പുറത്ത് കിടപ്പുണ്ട്. ഒരാൾക്ക് ഒരു അവസരം പോലും കിട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാറുമ്പോൾ ഇവിടെ ഒരു കഴിവും ഇല്ലാത്ത കുറെ പൊട്ട പടത്തിൽ ഇതുപോലുള്ള ആൾക്കാർ നെപ്പോക്കെഡ് ആയതിന്റെ പേരിൽ മാത്രം കിട്ടുന്നു. എന്നിട്ട് ഇമ്മാതിരി ഷോയും വരും. എന്നിട്ട് പറഞ്ഞ് ഞാൻ നാളെ വലിയ സൂപ്പർ സ്റ്റാർ ആകുമെന്ന്. ആദ്യം എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ട് നമ്മളുടെ വർക്കുകളാണ് സംസാരിക്കുകയാണ്, അല്ല നമ്മുടെ കൊണ്ട് വായ്ത്തളം അടിച്ചിട്ട് കാര്യമില്ല. എന്താണെങ്കിലും സംവിധായകൻ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാം. എന്റെ പേര് സുജിത് എസ് നായർ. ഞാൻ അംഗഅട്ടഹാസം എന്ന സിനിമയുടെ സംവിധായകനാണ്. കുറച്ചു ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയും എയറിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ പൊന്നണ്ണ, നിങ്ങൾ ഏറെ കയറിയതുകൊണ്ടാണ് അംഗഅട്ടഹാസം എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങി എന്നുള്ളത് നമ്മൾ അറിയുന്നത്. ഉൾപ്പെടെയുള്ള 2-3 വ്ളോഗർമാര് സീൻ ബൈ സീന് കഥ പറഞ്ഞ് പടത്തെ നശിപ്പിക്കുകയും പ്രൊഡ്യൂസറും നായകനും ചേർന്ന് പ്രസ് മീറ്റ് നടത്തി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ മാന്യമായിട്ട് പറയുകയും ചെയ്തു. മാന്യമായിട്ടാ ഒരാൾ പൈസ വാങ്ങിച്ചു ഞങ്ങൾ ചോദിച്ചു അത് കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇതിൽ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ഇതൊക്കെ പറയുന്നതാണ് എന്റെ പൊന്നണ്ണ മാന്യമായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത് ചെയ്തു. അന്ന് രാത്രി അശ്വന്ത് ഗോഖ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാവാം പറഞ്ഞത് എന്തൊക്കെയാണെന്നും അതിൽ അയാള് ഒത്തിരി റീച്ച് കിട്ടുകയും ലക്ഷക്കണക്കിന് രൂപ അതിലൂടെയും കുപ്രസിദ്ധിയിലൂടെയും അയാൾ നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ കിട്ടിയെന്നുണ്ടെങ്കിൽ വലിച്ചോണ്ടിരി വല്ല കാര്യം ഉണ്ടായിരുന്നു. അണ്ണാക്കി പോയി കൈ ഇട്ടിട്ട് കടിക്കുന്നു പറഞ്ഞിട്ട് നേരെ വന്നിട്ട് കടിച്ചു, അവസാനം പണി കിട്ടി. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ട്. പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഇപ്പൊ അശ്വന്ത് ഗോഖ് പറഞ്ഞ പോലെ തന്നെ വെറുതെ ഫ്രീ ആയിട്ട് നിങ്ങളെ കാണിക്കാന്നും പറഞ്ഞുകൊണ്ട് ഈ മാധവ് സുരേഷിന്റെ ഒക്കെ പടം കാണാന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ വിളിച്ചിരുത്തി കഴിഞ്ഞാൽ അവർക്ക് ട്രോമ അടിച്ചിട്ടായിരിക്കും അവർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുക. ആർക്കും വേണ്ട അതുപോലത്തെ സാധനങ്ങളല്ലേ പടച്ചു വിടുന്നത്. മറ്റേ നമ്മൾ അനാഥരാണ് ഗുണ്ടുകളല്ല ആ പടത്തിനകത്ത് ഒരു പാട്ട് സീൻ കണ്ട് റൊമാൻറ്റിക് ആയിട്ട് മാധവ് സുരേഷ് അഭിനയിക്കുന്നത്. എൻ്റെ പൊന്നെണ്ണ പട്ടി വെള്ളം കുടിക്കത്തില്ല ആ അഭിനയം കണ്ടു കഴിഞ്ഞാൽ, ഉള്ള കാര്യം പറയാമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് ഇമ്മാതിരി വായ്ത്താളമൊക്കെ അടിച്ചിട്ട് ഇങ്ങനത്തെ പോയാണോ അവിടുന്ന്. അപ്പോ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് എന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പലപ്പോഴും പറയുകയുണ്ടായി, സുജിത്ത ഇത്രയും വിഷയമായിട്ട് നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തത്? നിങ്ങളല്ലേ ഈ സിനിമയുടെ സംവിധായകൻ, നിങ്ങൾക്ക് പറയാനില്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത്? അപ്പോഴും ഞാനൊരു മൗനത്തോടെയാണ് അല്ലെങ്കിൽ വളരെ വിഷമത്തോടെ ഞാൻ മാറി നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുക. അണ്ണാക്കി പിരിവെട്ടിയെന്ന് പറ, അതുപോലത്തെ സാധനം എല്ലാവരും അന്ന് അവിടെ കിട്ടിയ അശ്വന്ത് ഗോഖിന്റെ കയ്യിൽ നിന്ന് പ്രശ്നങ്ങളും ഒത്തിരി ബാധ്യതകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്.
ഈ സിനിമയായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും ഞാൻ പ്രതീക്ഷിച്ച, ഞാൻ സ്വപ്നം കണ്ട ഈ അശോക് കോക്ക് എന്ന പരമനാറി തകർത്തെറിയും. എൻ്റെ പൊന്നെണ്ണ, ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. വകതിരിവ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് അതൊരു മാജിക്കാണ്. എല്ലാ ആൾക്കാർക്കും ഇതിൽ വന്നിട്ട് രക്ഷപ്പെടാൻ പറ്റി എന്നുള്ളതൊന്നും വരത്തില്ല. പല ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം പെടുത്തിയിട്ട് വന്ന് പടം എടുക്കുന്ന ആൾക്കാരുണ്ട്. ലാസ്റ്റ് പടം പൊട്ടി പൊളിഞ്ഞിട്ട് കുത്തുവാള എടുത്ത് പോകുന്ന പല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാത്രമല്ല ആദ്യമായിട്ട് ഒരു പടം ഇറക്കിയിട്ട് പൊട്ടിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ അതൊരു തോൽവിയാണ്, ഒരു പരാജയമാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അടുത്ത പടം നിങ്ങൾ ചെയ്യാനെ കൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക, ഇല്ലെങ്കിൽ വേറെ പരിപാടി പിടിച്ചു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു റിവ്യൂവർ വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പടം പൊട്ടിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രാഫ്റ്റിന് അത്രയ്ക്കുള്ള നിലവാരമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരാളുടെ വായിൽ നിന്ന് പറഞ്ഞേക്കുന്ന വർത്തമാനം കൊണ്ട് മാത്രം നിങ്ങളുടെ ഒരു പടം പൊട്ടിപ്പോയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇത്രയും വലിയ ക്രൂ അത്രയും പൈസ മുടക്കി ചെയ്തേക്കുന്ന ആ ഒരു വർക്കിന് അത്രയ്ക്കുള്ള നിലവാരമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആര് പറഞ്ഞു കൊടുക്കാൻ ഈ പൊട്ടൻ്റെ അടുത്തൊക്കെ. ഇനി ബാക്കി കേൾക്കാം. ഈ സിനിമാക്കാർ പട്ടികളില്ലേ, ഈ പട്ടികളുടെ പട്ടിത്തീട്ടം തിന്നല്ലേ ഈ 4-5 കൊല്ലമായിട്ട് നീ ജീവിക്കുന്നത്. നീ ഈ പട്ടിത്തീട്ടം തിന്നല്ലേ, ഇതിനെക്കാട്ടി നീ വല്ല കൂലിപ്പണിക്കുമ്പോൾ നിന്നെ എന്തായാലും നീ അധ്യാപകനൊന്നും ആരും ആക്കത്തില്ല, അവിടെ നിന്നെ എടുക്കത്തില്ല. അത് ഉറപ്പാ. നിന്റെ ഈ ഭാഷയല്ല പിള്ളേർക്ക് വേണ്ടത്. നിന്റെ ഒരു ഫോൺ കോളിന് വേണ്ടി ഈ സിനിമാ നടന്മാരും മറ്റു നിർമ്മാതാക്കളും ഒക്കെ നിന്റെ ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് നീ പറഞ്ഞു. എടാ, അത് പേടിച്ചിട്ടാണ്, നിന്നെ പേടിച്ചിട്ടാണ്. അതിരടി അതിന്റെ നിർമ്മാതാക്കൾ നിന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല, അത് ഓക്കെ. പക്ഷെ നീ നല്ല റിവ്യൂ പറയണമെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നിന്റെ സുഹൃത്തുക്കളാവണമെന്നതാണ്. പിന്നെ നീ മുന്നേക്ക് ഓമർ ലുലുവിന്റെ പടം നീ റിവ്യൂ പറയില്ല എന്ന് പറഞ്ഞു. നീ അതിന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തോ കണക്ഷൻ വെച്ചിട്ട്. അപ്പോൾ നീ അഭിനയിച്ച പടങ്ങൾ അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ആൾക്കാർ നിന്റെ ഫ്രണ്ട്സിന്റെ പടത്തിൽ നീ പറയത്തില്ല. അപ്പോൾ അശോക് കോക്കിന്റെ റിവ്യൂ പറയാതിരിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് അതാണോടാ പരമനാറി? നിന്റെ ഫ്രണ്ട് സർക്കിൾ വെച്ചിട്ടാണോ നിന്റെ റിവ്യൂ തീരുമാനിക്കുന്നത്? പിന്നെ നിന്റെ നല്ല അഭിപ്രായം നേടാൻ ഈ പടം ഒരു സ്ക്രിപ്റ്റായി ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആകുമ്പോഴത്തേക്ക് നിന്നെ കൊണ്ട് അപ്രൂവൽ എടുക്കണം. ബ്ലോഗർ പട്ടി, നിന്നെ കൊണ്ട് അപ്രൂവൽ എടുക്കണോടാ. എടാ പരമനാറി, നിന്റെ തുടക്ക സമയത്ത് 5000 രൂപ കൊടുത്താൽ നീ റിവ്യൂ പറയില്ല, സിനിമയെ കുറിച്ച് റിവ്യൂ പറയില്ല, എനിക്ക് 5000 രൂപ മതി എന്ന് പറഞ്ഞിട്ടില്ലേ? അതിനുണ്ട് റിലീസിന് ഒരു 15 ദിവസം മുന്നേ, നമ്മുടെ സിനിമ റിലീസ് ചെയ്യണേ 15 ദിവസം മുന്നേ, 15-20 ദിവസം മുന്നേ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കുറേ പ്രൊമോഷൻ ടീമുകൾ വിളിക്കും. അതിലൊരു ടീം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സർ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇങ്ങനെ റീഡ് ചെയ്യും, ഇങ്ങനെ പ്രൊമോഷൻ പരിപാടി ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് വേറൊരു പാക്കേജ് ഉണ്ട്. അശ്വിൻ കോക്ക് എന്ന വ്ളോഗർ അയാളെ റിവ്യൂ പറയത്തില്ല. അയാളെ റിവ്യൂ പറയാതിരിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം. 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ കൊടുത്താൽ അയാൾ അത്യാവശ്യം മോശമല്ലാത്ത നല്ല മോശം സിനിമയാണെങ്കിൽ പോലും നല്ല റിവ്യൂ പറയാം. പിന്നെ 1 ലക്ഷം രൂപ കൊടുത്താൽ റിവ്യൂ പറയില്ല. സാറേ എന്തെങ്കിലും സാധ്യത ഉണ്ട്? അപ്പൊ ഞാൻ അവരടുത്ത് ചോദിക്കുകയാണ്, മോനെ എങ്ങനെയാണ് ഇതിന്റെ പൈസ ഞങ്ങളെ തന്നത്? ഞങ്ങൾക്ക് ഒരു ചെറിയ കമ്മീഷൻ ഉണ്ട്, 5000 രൂപ ഇട്ട് ബാക്കി 95,000 രൂപ 95,000 അവർക്ക് പുള്ളിക്ക് കൊടുക്കണം. അത് ഡയറക്റ്റ് ആണ്, വേറെ ബാങ്ക് ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല. ഇത് എന്നോട് പറഞ്ഞതാണ്. സംഭവം നേരത്തെ മറ്റേ പ്രതീക്ഷ നടന്ന പുള്ളി പറയുന്നത് പോലെ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ടാണെങ്കിൽ അശ്വന്ത് കോക്കിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആരോ വിളിച്ച് അങ്ങനെ പറ്റിച്ചേക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ അത് കോളിൻ്റെ ക്രെഡിബിലിറ്റിയോ കാര്യങ്ങളൊന്നും നോക്കാതെ വന്നിട്ട് ഇതുപോലെ മീഡിയയുടെ മുന്നിൽ ഇമാതിരി വർത്താനം വരുന്നു വിളിച്ച് പറയുമ്പോഴത്തേക്കിന് ഈ രീതിയിലുള്ള റിയാക്ഷൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു സിനിമ പരാജയപ്പെടാനും വിജയിക്കാനും വേണ്ടിയിട്ട് മാത്രം ഒരു റിവ്യൂവർ വളർന്നു എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു റിവ്യൂവർ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു സിനിമ വിജയിക്കുകയും അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു സിനിമ പൊട്ടി എന്നുള്ള നിലയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ക്രാഫ്റ്റിന് അത്രയ്ക്കുള്ള നിലവാരമേ ഉള്ളൂ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ഇത്രയായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.